കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷിന്റെ നാട്ടിലെത്തിയ രാജീവ് വീട്ടിലേക്കുള്ള വഴിയറിയാതെ അവിടെ റോഡരികിൽ കാർ നിർത്തി അവിടെ ഇരിക്കുന്ന നാട്ടുകാരോട് വീട്ടിലേക്കുള്ള വഴി ചോദിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ തൊട്ടടുത്ത് നിന്നിരുന്ന സുഭാഷിനോട് കാര്യം പറയുമ്പോൾ സുഭാഷും അങ്ങോട്ട് വന്ന് എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഈ ടാക്സി ഓടിക്കുന്ന സുധീഷിന്റെ വീട് എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സുഭാഷ്, എന്റെ അനിയനാ സുധീഷ് എന്ന് സുഭാഷ് പറയുമ്പോൾ ഡ്രൈവറും പുറകിലിരിക്കുന്ന രാജീവിനെ നോക്കുന്നുണ്ട്. സുഭാഷ് പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് രാജീവിനെ നോക്കുമ്പോൾ ഞാൻ രാജീവ്, നിധിയുടെ അച്ഛനാ. അവളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാ എന്ന് സുഭാഷിനോടായി പറയുന്നുണ്ട്. അതിനെന്താ സാർ, അവൾ വീട്ടിലുണ്ട്, സാർ വാ എന്ന് സുഭാഷ് പറയുമ്പോൾ എങ്കിൽ വണ്ടി കയറ് എന്ന് രാജീവും പറയുന്നുണ്ട്. സുഭാഷ് അല്പം പരിങ്ങലോടെ നിൽക്കുമ്പോൾ വന്ന് കയറടോ എന്ന് പറഞ്ഞ് രാജീവ് അവനെ നിർബന്ധിക്കാണ്. അങ്ങനെ സുഭാഷും കാലിൽ കയറി അവർ മൂന്നുപേരും വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ വീട്ടിൽ കുടിച്ച കുപ്പികളുടെ എണ്ണ എടുക്കാണ് അവരുടെ അച്ഛൻ ഭാസ്കരൻ. പെട്ടെന്ന് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അങ്ങോട്ടൊന്ന് നോക്കിക്കൊണ്ട് ആരാണാവോ എഴുന്നള്ളുന്നത്, ആരെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും കുപ്പികൾ എണ്ണാണ് ഭാസ്കരൻ. 11, 12, 13, 14 കുപ്പി കുറവാണല്ലോ. ഭാസ്കരന്റെ കപ്പാസിറ്റി എന്താ കുറഞ്ഞു പോയോ? സ്റ്റിക്കറിലെ കുപ്പികൾ തിരിച്ചു കൊടുത്താൽ കാശും കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ ആ കുപ്പികളൊക്കെ എടുത്ത് ഒരു കവറിലേക്ക് ഇടുന്നുണ്ട്. സുഭാഷ് വേഗം കാറിൽ നിന്നിറങ്ങി പുറകിലെ ഡോർ തുറന്ന് രാജീവിനോട് വരൂ സാർ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. രാജീവ് ആ വീടും ചുറ്റുപാടും ഒക്കെ നോക്കുമ്പോഴേക്കും സുഭാഷ് പെട്ടെന്ന് അച്ഛന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. അവൻ പെട്ടെന്ന് അച്ഛന്റെ കയ്യിൽ നിന്നും ആ കവർ പിടിച്ചു വാങ്ങി അച്ഛ എന്ന് വിളിക്കുമ്പോൾ എന്താടാ എന്നവനോടായി ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോഴാണോ ഇങ്ങനൊക്കെ എന്നവൻ ചോദിക്കുമ്പോൾ സർക്കാരെ ഇത് നല്ല അഭിമാനത്തോടെ നിരത്തി വയ്ക്കുന്നില്ലേ, പിന്നെ എനിക്ക് വീട്ടിൽ 4 കുപ്പി ഇങ്ങനെ നിരത്തി വെച്ചാൽ എന്താ കുഴപ്പം എന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കുപ്പികളും ആ കവറിലേക്ക് എടുത്തിടുന്നുണ്ട്. എന്താ അച്ഛാ ഇത്, ഒരാൾ വന്ന് നിൽക്കുന്നത് കാണുന്നില്ലേ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വലിയ ആരാത് എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. നിധിയുടെ അച്ഛനാ എന്നവൻ പരിചയപ്പെടുത്തുമ്പോൾ ഭാസ്കരനും ഒരമ്പരപ്പോടെ അയാളെ നോക്കുകയാണ്. സുഭാഷ് പെട്ടെന്ന് ആ കവറും കയ്യിലെ കുപ്പിയും പിടിച്ചു വാങ്ങാൻ നോക്കുമ്പോൾ അതിൽ സാധനം ഉണ്ടടാ എന്നും പറഞ്ഞ് അച്ഛനതെടുത്ത് അരയിൽ തിരികെ വെക്കുന്നുണ്ട്. രാജീവും വീടൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് പെട്ടെന്ന് ഡ്രൈവറിന്റെ അടുത്തേക്ക് ചെന്ന് നീ പൊക്കോ, ഞാൻ പിന്നെ വണ്ടി എടുത്ത് വന്നോളാം എന്നും പറഞ്ഞ് ഡ്രൈവറെ എവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട്. സുഭാഷ് പെട്ടെന്ന് ആ കവർ കൊണ്ട് ദൂരെ മാറ്റിവെച്ച് അച്ഛനടുത്തേക്ക് വന്ന് ദേ വാ തുറന്നൊന്നും പറഞ്ഞ് നാണം കെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് രാജീവിന്റെ അടുത്തേക്ക് ചെന്ന് വാ സാറേ എന്ന് പറഞ്ഞ് അയാളെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ഭാസ്കരൻ അപ്പോഴേക്കും ഒരു ബീഡി എടുത്ത് വലിക്കാൻ ഒരുങ്ങാണ്. സുഭാഷ് അയാളോട് ബീഡി മാറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും ഭാസ്കരൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ബീഡി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജീവ് അവരുടെ അടുത്തെത്തുമ്പോഴേക്കും സാർ അച്ഛനാ, ഒന്നും തോന്നരുത് എന്ന് പറയുമ്പോൾ അച്ഛനാന്നുള്ള തോന്നല് നിങ്ങൾക്കേ ഇല്ല, പിന്നെ വരുന്നവർക്ക് എങ്ങനെ ഉണ്ടാവാനാ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. നമസ്കാരം, ഞാൻ സുധീഷിന്റെ അച്ഛൻ ഭാസ്കരൻ എന്ന് ചിരിയോടെ രാജീവിനോട് പറയുമ്പോഴേക്കും രാജീവും നമസ്കാരം പറയുന്നുണ്ട്. മോളെ നിധി, ഇതാരാ വന്നേന്ന് നോക്കിയേ എന്ന് സുഭാഷ് അകത്തേക്ക് വിളിച്ചു പറയുമ്പോഴേക്കും ദാ വരുന്നു എന്ന് നിധിയും അകത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട്. സുഭാഷ് പെട്ടെന്ന് ഞാനേ സാറിന്റെ മുന്നിൽ നിൽക്കാം, അവൾക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് പറഞ്ഞ് രാജുവിന്റെ മുന്നിൽ കയറി നിൽക്കാണ്. മോളെ നിധി എന്ന് സുഭാഷ് വീണ്ടും നീട്ടി വിളിക്കുമ്പോഴേക്കും നിധിയും പുറകെ തന്നെ നികേഷും അങ്ങോട്ട് വരുന്നുണ്ട്. നിധി അല്പം സംശയത്തോടെ സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷും ഒരു ചിരിയോടെ പെട്ടെന്ന് അവിടുന്ന് മാറാണ്. മുന്നിൽ തന്റെ അച്ഛനെ കണ്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കാണ് നിധി. അപ്പോഴേക്കും അച്ഛനെന്താ ഇവിടെ എന്ന് നികേഷും മനസ്സിൽ പിറുപിറുക്കുന്നുണ്ട്. പെട്ടെന്ന് സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞ നിധി മുറ്റത്ത് നിൽക്കുന്ന അച്ഛനടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നിധി എന്ന് അച്ഛനും അവളെ വിളിക്കുന്നുണ്ട്. അച്ഛനും വിഷമത്തോടെ അവളെ ഒന്ന് തലോടിക്കൊണ്ട് മോൾക്ക് സുഖല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവളും അതേ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇവിടെ എന്ന് സംശയത്തോടെ അയാളോട് ചോദിക്കാണ്. എന്താ മോളെ ഇങ്ങനെ ചോദിക്കുന്നേ, ഞാൻ മോളെ കാണാൻ വന്നതല്ലേ എന്നയാൾ പറയുമ്പോൾ അത് കേട്ട് നിധിയും സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അയാളും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ തലോടാണ്. എന്തിനാ എൻ്റെ മോൾ കരീനെ എന്ന് ചോദിച്ചുകൊണ്ട് രാജീവ് അവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും ഇങ്ങനെ പുറത്തു നിന്നാണോ നിധി അച്ഛനോട് സംസാരിക്കുന്നത്, അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ എന്ന് സുഭാഷും പറയുന്നുണ്ട്. നിധി കണ്ണൊക്കെ തുടച്ചുകൊണ്ട് ശരിയാ അച്ഛ വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് അയാളെയും കൂട്ടി അകത്തേക്ക് പോവാണ്. അപ്പോഴേക്കും ഭാസ്കരനും അവിടുന്ന് എഴുന്നേറ്റ് അയാളെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവരെല്ലാവരും അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്തു പണിയാ കാണിച്ചേ, ഒരാൾ വരുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കണ്ടേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഞാനെന്ത് മര്യാദ കേടാണ് കാണിച്ചേ പൊടിപ്പായലേ എന്ന് ഭാസ്കരനും നികേഷിനോടായി ചോദിക്കുന്നുണ്ട്. ഒരാൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ബീഡി വലിക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണല്ലേ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അതെ എനിക്ക് നിർബന്ധ എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ വേറൊരു ബീഡിയും കൂടി എടുത്ത് കത്തിക്കുന്നുണ്ട്. ഏട്ടത്തിയുടെ അച്ഛൻ ആദ്യമായിട്ട് വന്നതല്ലേ, അല്പം മര്യാദയൊക്കെ കാണിച്ചൂടെ എന്നവൻ ചോദിക്കുമ്പോൾ അവന്റെ മുഖത്തേക്ക് ബീഡിയുടെ പുക ഊതിവിട്ട് എങ്ങനെയുണ്ട് എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ അവനും ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ വരവത്ര ശരിയല്ലല്ലോ, ഒരു 30 അടിക്കാം എന്ന് പറഞ്ഞ ഭാസ്കരൻ അരയിൽ തിരികിയ ബ്രാൻഡി കുപ്പി എടുത്ത് അതിൽ നിന്ന് കുറച്ച് കുടിക്കുന്നുണ്ട്. ഹാളിലെത്തിയ സുഭാഷ് പെട്ടെന്ന് ഒരു കസേര എടുത്ത് രാജീവിനടുത്തേക്ക് വെച്ചുകൊണ്ട് ഇതാ ഇവിടെ ഇരിക്കാം എന്ന് പറയുന്നുണ്ട്. രാജീവ് അവിടെ ഇരിക്കുമ്പോൾ മോളെ അച്ഛൻ അവിടെ ചായക്കടയുടെ അടുത്ത് വീട് അന്വേഷിച്ച് നിൽക്കായിരുന്നു,
അതുകൊണ്ടാണ് ഞാൻ നേരെ കുട്ടി ഇങ്ങോട്ട് വന്നത് എന്ന് സുഭാഷ് പറയുമ്പോൾ രാജീവ് ആ വീടിന്റെ അകമൊക്കെ ശ്രദ്ധിക്കുന്നത് കണ്ട് നിധി പെട്ടെന്ന് അച്ഛാ അമ്മയ്ക്കിപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നത് അവിടെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് രാജീവും പറയുന്നുണ്ട്. അച്ഛൻ ഇപ്പോഴും ഇങ്ങോട്ട് വന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന് നിധി പറയുമ്പോൾ സത്യത്തിൽ നീ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മനസ്സിലൊരു ഭാരമായിരുന്നു. ചെയ്യരുതാത്തതെന്തോ ചെയ്തു എന്നൊരു ഭാരം ഉള്ളിൽ നീറിപ്പുകഞ്ഞു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ സുധീഷിനെ കണ്ടത് എന്ന് രാജീവ് പറയുമ്പോഴേക്കും അല്പം അമ്പരപ്പോടെ സുധീഷിനെ എങ്ങനെയാ കണ്ടത് എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ ഞാൻ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തേക്ക് വന്നതാ. അപ്പോഴാ അയാളുടെ കോ ഡ്രൈവറായി സുധീഷ് വന്നത്. കുറച്ചു സമയം വണ്ടിയിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് രാജീവ് പറയുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും കണ്ടപ്പോൾ അവൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. ഏയ് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഇങ്ങോട്ട് വരുമോ എന്ന് രാജീവും ചോദിക്കാണ്. സത്യത്തിൽ ഞാൻ ആദ്യം അല്പം ചീത്ത വിളിക്കും പോലെയാ സംസാരിച്ചേ. പക്ഷെ തിരിച്ചവനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ വരാനും ഇവിടെ ഒന്ന് കാണാനും എനിക്ക് തോന്നി എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും സന്തോഷത്തോടെയും ചിരിയോടെയും അച്ഛനെ നോക്കി നിൽക്കാണ് നിധി. അപ്പോഴേക്കും സുഭാഷും അയ്യോ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. നികേഷും അവന്റെ പുറകെ തന്നെ പോവുകയാണ്. രാജീവ് വീണ്ടും വീടിനകമൊക്കെ നോക്കുന്നത് കണ്ട് നിധി പെട്ടെന്ന് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയുടെ വിചാരം മുഴുവൻ നിന്നെ കുറിച്ചല്ലേ അങ്ങനെ പോകുന്നു എന്ന് രാജീവും പറയുന്നുണ്ട്. അപ്പോഴേക്കും അടുക്കളയിലെത്തിയ സുഭാഷിനോടായി നികേഷ് ഞാൻ പോയിട്ട് കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ട് വന്നാലോ എന്ന് പറയുമ്പോൾ സ്നാക്സ് ഒക്കെ ഇവിടെയുണ്ട്, പക്ഷേ എന്ത് കഴിക്കുമെന്നൊന്നും അറിയില്ലല്ലോ, ആദ്യം കുറച്ച് വെള്ളം കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളവുമായി രാജീവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. രാജീവ് പെട്ടെന്നത് വാങ്ങി ആ വെള്ളം മുഴുവൻ കുടിക്കാണ്. ചായ കുടിക്കില്ലേ എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിക്കുമ്പോൾ പിന്നെന്താ ചായയൊക്കെ കുടിക്കും, പക്ഷെ മധുരം അല്പം കുറച്ചു മതി എന്ന് രാജീവും പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും ഏട്ടാ ഞാൻ ചായ ഇടാം എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട നിങ്ങൾ സംസാരിക്കേ എന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോവാണ്. അവിടെ തന്നെ അവരെ നോക്കി നിൽക്കായിരുന്ന നികേഷിനെ നോക്കിക്കൊണ്ട് ഇവൻ എന്ന് സംശയത്തോടെ രാജീവ് ചോദിക്കുമ്പോൾ ഇത് ഏറ്റവും ഇളയവനാ നികേഷ്, ഇവന് മൂത്തത് ഹരീഷ്, പിന്നെ ഏറ്റവും മൂത്തത് സുഭാഷ് ചേട്ടനാ, അതിന് താഴെയാ സുധീഷ് എന്നും പറഞ്ഞ് നിധി അവരെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അച്ഛനും കൂടി 5 പേരല്ലേ എന്ന് രാജീവ് പറയുമ്പോൾ ഞാനും ചേർത്തിപ്പോ 6 പേര് എന്ന് നിധിയും പറയാണ്. ഇയാളെന്ത് ചെയ്യുന്നു എന്ന് രാജീവ് നികേഷിനോടായി ചോദിക്കുമ്പോൾ ബികോം പഠിക്കുന്നു എന്ന് നികേഷും പറയുന്നുണ്ട്. ഓ കോളേജിൽ പഠിക്കുകയാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. ഇല്ലച്ചാ അമ്മയില്ല, അമ്മ ഇവൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് ചായയായി വന്ന് നികേഷിനോടായി ടീപ്പോയി എടുത്ത് വയ്ക്കാൻ പറയുന്നുണ്ട്. നികേഷ് ടീപ്പോയി എടുത്ത് വയ്ക്കുമ്പോൾ സുഭാഷ് കയ്യിലുണ്ടായിരുന്ന സ്നാക്സ് അതിലേക്ക് വയ്ക്കുകയാണ്. സാർ കഴിക്ക് എന്നവൻ പറയുമ്പോൾ നിങ്ങൾ ഇരിക്ക് എന്ന് രാജീവും പറയുന്നുണ്ട്. ഏയ് ഞങ്ങൾ നിന്നോളാം എന്നവൻ പറയുമ്പോൾ രാജീവും ചായ കുടിച്ചുകൊണ്ട് നിധിയെ നോക്കി അന്ന് ഞാൻ മോളെ കുറെ വേദനിപ്പിച്ചു അല്ലേ, എനിക്കൊക്കെ ഇനി എത്ര കാലം എന്ന് വെച്ചാ, അതുകൊണ്ട് ആർക്കാ ഗുണം, അഥവാ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്ന് രാജീവ് പറയുമ്പോഴേക്കും അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ, അച്ഛൻ ഇങ്ങോട്ട് വന്നല്ലോ എനിക്കത് മതി എന്ന് നിധിയും പറയുന്നുണ്ട്. മനുഷ്യനായ മരിക്കണം എന്ന് വെച്ച് ഞാൻ ഇന്ന് തന്നെ മരിക്കും എന്നൊന്നല്ല കേട്ടോ, ജനിച്ച എന്തെങ്കിലും ഒരു ദിവസം മരിക്കണം. എന്തായാലും ഇത്രയും കാലം ജീവിച്ചത്ര ഇനി ജീവിക്കില്ലല്ലോ, അത്രയും കാലം വെറുപ്പും കോപവും വൈരാഗ്യവും ഒക്കെ ചുമന്ന് നടന്നിട്ട് എന്തിനാ, ഇതിനേക്കാൾ ശത്രുതയിലായിരുന്ന രാജ്യങ്ങൾ പോലും ഒന്നാവുന്നു, മറക്കാനും പൊറുക്കാനും പറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് സുഭാഷിനോടായി ചായ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട്. സുഭാഷ് നന്നായി ഭക്ഷണം ഉണ്ടാക്കും, ഞാൻ വന്നത് മുതൽ എന്നെ കഴിപ്പിച്ച് എന്റെ വെയിറ്റ് കൂട്ടി എന്ന് നിധിയും ചിരിയോടെ പറയുന്നുണ്ട്. രാജീവ് സുഭാഷിനോടായി സുഭാഷ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മേസ്തിരിയാ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. മേസ്തിരിയാണെന്ന് പറയുന്നേ ഉള്ളൂ, ഒരു ബിൽഡിംഗ് മുഴുവൻ ഒറ്റയ്ക്ക് ഡിസൈൻ ചെയ്ത് കെട്ടാനുള്ള നോളജ് സുഭാഷ് ചേട്ടനുണ്ട് എന്ന് നിധിയും പറയുന്നുണ്ട്. ഹേയ് അത്രയ്ക്കൊന്നുമില്ല, നിധി പിന്നെ സ്നേഹം കൊണ്ട് കുറച്ച് കൂടി പറയുന്നേ ഉള്ളൂ എന്ന് സുഭാഷും പറയാണ്. അപ്പോഴേക്കും മുറ്റത്ത് നിന്ന് അവരെ ശ്രദ്ധിക്കുന്ന അച്ഛനെ കണ്ട് അച്ഛൻ എന്തായിരുന്നു ജോലി എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. അച്ഛന് ലോറിയൊക്കെ ഉണ്ടായിരുന്നു, കോവിഡിന് ശേഷം ഇപ്പൊ പോകാറില്ല എന്ന് സുഭാഷും പറയാണ്. സുധീഷ് ചേട്ടനെ വിളിച്ച് കാര്യം പറയട്ടെ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഹേയ് എന്തിന്, ജോലി ചെയ്യുന്നത് കണ്ടിട്ടല്ലേ ഞാൻ വന്നത്, പിന്നെ ഞാനിപ്പോഴൊന്നും ജോലിയെല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് രാജീവും പറയുന്നുണ്ട്. അപ്പോഴേക്കും രാജീവിന് ഒരു കോൾ വന്ന് അവരോട് സംസാരിക്കുന്നുണ്ട്. സുഭാഷ് നിധിയോടായി അച്ഛൻ ഭക്ഷണം കഴിക്കുമെന്ന് ചോദിക്കേ എന്ന് ചോദിക്കുന്നത് കേട്ട് ശരി ഞാൻ ചോദിക്കാം എന്ന് നിധിയും പറയുന്നുണ്ട്. രാജീവും പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് എന്താ രണ്ടുപേരും കൂടി ഒരു സംസാരം എന്ന് ചോദിക്കുമ്പോൾ സുഭാഷും നിധിയും ചിരിയോടെ നിൽക്കുന്നത് കണ്ട് ഭക്ഷണത്തിന്റെ കാര്യമാണോ അതെന്നോട് ചോദിച്ചാൽ പോലെ സുഭാഷ് നല്ല കുക്കാണെന്നാണല്ലോ മോളുടെ സർട്ടിഫിക്കറ്റ്, എന്നാ പിന്നെ അത് കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് രാജീവും പറയുന്നുണ്ട്. സാർ നോൺ വെജ് കഴിക്കോ എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിക്കുമ്പോൾ അതിനെന്താ ഞാനെല്ലാം കഴിക്കും, എന്റെ മോൾ കഴിക്കുന്നതൊക്കെ ഞാനും കഴിക്കും എന്ന് രാജീവ് പറയുമ്പോഴേക്കും സന്തോഷത്തോടെ സുധീഷ് നികേഷിനെയും കൂട്ടി അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. നിധി വിഷമത്തോടെ താഴെ മുട്ടുകുത്തിയിരുന്ന് രാജീവിന്റെ മടിയിലേക്ക് തലവയ്ക്കുമ്പോൾ എന്റെ മോൾ എന്തിനാ കരയുന്നേ, എന്റെ മോളെ അച്ഛൻ കുറെ വിഷമിപ്പിച്ചു, ഇപ്പോ അച്ഛൻ മോളുടെ അടുത്തേക്ക് വന്നില്ലേ, ഇനി എന്തിനാ വിഷമിക്കുന്നേ എന്നയാൾ പറയുമ്പോഴേക്കും മടിയിൽ തല ചായ്ച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട്.
രാത്രിയാകുമ്പോൾ നിധിയും കൂട്ടി മുറ്റത്തിറങ്ങിയ രാജീവ് ഈ വീടും പ്രോപ്പർട്ടിയൊക്കെ ഇവരുടേതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. വീട് മാത്രമേ ഉള്ളൂ അച്ഛാ, ബാക്കിയൊക്കെ ഫാമിലി പ്രോപ്പർട്ടിയാ. സുധീഷിന്റെ അച്ഛന് ഒരു പെങ്ങളും ഒരു ചേട്ടനും കൂടിയുണ്ട്, അവർക്കും കൂടി ഷെയർ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് നിധി പറയുമ്പോൾ രാജീവ് നിധിയോടായി മോളെങ്ങനെ ഈ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ നിധി ഒരു സംശയത്തോടെ അയാളെ നോക്കുന്നുണ്ട്. അച്ഛൻ തെറ്റായി ചോദിച്ചതല്ല, ഇത്രയും സൗകര്യത്തിൽ ജീവിച്ച നീ ഇങ്ങനെ ഒരു പഴയ വീട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ എങ്ങനെ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് അച്ഛൻ പറയുമ്പോൾ ഇവിടെയുള്ളവരൊക്കെ അത്ര നല്ലവരാ അച്ഛാ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്ന് നിധിയും പറയുന്നുണ്ട്. സ്ത്രീയായിട്ട് നീ ഒറ്റൊരാൾ മാത്രമല്ലേ ഉള്ളൂ, ജോലിക്ക് പോലും സഹായിക്കാൻ ഒരാളില്ല അല്ലേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അതിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവർ 4 പേരും കൂടി തന്നെയാ ചെയ്യുന്നേ, എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കാറില്ല, പിന്നെ ഞാൻ എന്തെങ്കിലും അറിഞ്ഞ് സഹായിക്കുമെന്നേ ഉള്ളൂ എന്ന് നിധിയും പറയുന്നുണ്ട്. അതല്ല മോളെ, ഇത്രയും ആണുങ്ങളുടെ ഇടയിൽ നീ പെൺകുട്ടി മാത്രം എന്ന് രാജീവ് പറയുമ്പോൾ അതൊന്നും ഓർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, ഒരു പെൺകുട്ടിക്ക് ഇത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലം ഈ ലോകത്ത് വേറെ എവിടെയും ഉണ്ടാവില്ല, അവരൊക്കെ എന്നെ അത്രയും സ്നേഹത്തോടെയാ കാണുന്നേ എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് മുറ്റത്തൂടെ നടന്നു വരികയായിരുന്ന ഭാസ്കരനും നിധിയോടായി എന്താ മോളെ അച്ഛന് പെട്ടെന്നൊരു മനമാറ്റം, അങ്ങനെ പെട്ടെന്ന് മനസ്സ് മാറുന്ന ആളാണെന്ന് തോന്നുന്നില്ലല്ലോ കണ്ടിട്ട്, നിങ്ങൾ സംസാരിക്കുക എന്നും പറഞ്ഞ് ഉമ്മർത്തുള്ള കട്ടിൽ പോയിരിക്കുന്നുണ്ട്. രാജീവും വാ മോളെ എന്ന് പറഞ്ഞ് നിധിയെയും കൂട്ടി ഉമ്മറത്തേക്ക് കയറി ചെന്ന് ഭാസ്കരന്റെ അടുത്ത് ചെന്ന് കട്ടിലിരുന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ അപ്പിടി പൊടിയാ എന്നയാൾ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രാജീവ് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും നിധിയും ഒരു ചിരിയോടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്തുപറ്റി ഇങ്ങനൊരു മനംമാറ്റം, ഒരു സഡൻ ചേഞ്ച് എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ ഞാൻ രാജീവ് ശങ്കർ, നിങ്ങളുടെ പേരെന്താ എന്ന് രാജീവും ഭാസ്കരനോടായി ചോദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഭാസ്കരൻ, പക്ഷേ അതല്ലല്ലോ എൻ്റെ ചോദ്യം, നിങ്ങൾ വലിയ റിച്ച് മാൻ, ഇത്രയും പെട്ടെന്ന് മനം മാറി മോളെ കാണാൻ വന്നതാണോ, എനിക്കെന്തോ അതത്ര ദഹിക്കുന്നില്ല, മനസ്സ് മോളെ കാണാതെ തുടിക്കാൻ തുടങ്ങിയോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ അങ്ങനെ കരുതിക്കോ എന്ന് രാജീവും പറയുന്നുണ്ട്. അപ്പോഴും ഒരു സംശയത്തോടെ രാജീവിനെ നോക്കുന്ന ഭാസ്കരനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി